like you. Be strong to hold the powers of the sun. എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വിത്ത് ജിതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 49 കിലോമീറ്റർ ദൂരമുള്ള വാഴവാന്തോൾ വാട്ടർഫാളിലേക്കാണ്. വിതുരയിൽ നിന്നും ബോണക്കാട് പോകുന്ന വഴിയിൽ ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ വെള്ളച്ചാട്ടം എത്താം. ഇവിടെ നിന്നും ഫോറസ്റ്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. 5 പേർ അടങ്ങുന്ന ഒരു സംഘത്തിന് 1000 രൂപയാണ് എൻട്രി ഫീസായി വരുന്നത്. ഇവിടെ വരെയേ വാഹനത്തിൽ വരാൻ കഴിയൂ. ഇവിടെ നിന്ന് നടന്നു വേണം പോകാൻ. ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട് നടക്കാൻ. അവിടല്ലേ ഇവിടെ ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാണ് വാട്ടർഫാൾ എത്താൻ. കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ആണ്. വാ 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 പതുക്കെ പോ. പോകുന്ന വഴിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. നല്ല പാറകളും കല്ലുകളൊക്കെ നിറഞ്ഞ വഴിയാണ്. നല്ലൊരു ട്രക്കിംഗ് തന്നെയാണ് അനുഭവം. മക്കളെ പയ്യപ്പോ ഓടല്ലേ. കണ്ടാ വെള്ളം കണ്ട. മഴ സമയമൊക്കെ കൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. വാ 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 പതുക്കെ വാ. വഴിയരികിലൊക്കെ നിറയെ ഈറകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇറകൾക്കിടയിലൂടെ താഴെ അരുവിലോട്ട് പോകാനുള്ള വഴികൾ നോക്കിയില്ല. ഓ വാ അങ്ങോട്ട് പോവാ. നിറയെ കണ്ടാ മക്കളെ വെള്ളം കണ്ടാ. പതുക്കെ പോ. നല്ല രസമുള്ള വഴിയാണ്. ഓടല്ലേ പിള്ളേരൊക്കെ കൈവിട്ടുള്ള ഓട്ടമാണ്. വലിയ കുഴിയണ്ട, പിടിച്ചോ, കൈ പിടിച്ചിറങ്ങി. ഓ വാ വാ ഓടി വാ. പോ ഓടിപ്പോയിക്കോ. പോ അതൊക്കെ പോണേ. പാറകളും കല്ലുകളൊക്കെ ഉള്ള വഴികളാണ്. കുട്ടികൾക്ക് പിന്നെ കൈ പിടിച്ച് നടക്കുന്നത് ഇഷ്ടമില്ല.
അവർക്ക് ഓടി തന്നെ പോകണം. അതൊക്കെ പതുക്കെ. ഇതിരെ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിലാണ് ഈ വാഴവാന്തോല് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ പ്രവേശിക്കാൻ 5 പേരടങ്ങുന്ന ഒരു ടീമിന് 1000 രൂപയാണ് റേറ്റ് ആകുന്നത്. 5 പേർക്ക്, അതിൽ കൂടുതലാകുമ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. വഴിയിലൊക്കെ നല്ല നല്ല പാറക്കല്ലുകളാണ്. കുഴിച്ചൊക്കെ കയറി പോയില്ലെങ്കിൽ തട്ടി വീഴും. ശ്രദ്ധിച്ചൊക്കെ വേണം പോകാൻ. വാ പെട്ടെന്ന് വാ, കൈ പിടിച്ചോ, വീഴല്ലേ. അതൊക്കെ പോണേ. വാ എടുത്തോളാം. ഓടല്ലേ. വലിയ വലിയ പാറക്കല്ലുകളും എൻ്റെ ഇടുക്കിയിലുള്ള യാത്ര. എൻ്റെ തളരും. വലിയ വലിയ പാറകളൊക്കെയാണ് മൊത്തം വഴിയരികിലൊക്കെ. വലിയ മരങ്ങളും ദൂരം വെള്ളം കാണുന്നു. പെട്ടെന്ന് വാ, ഓടി വാ. ഇനി ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇവിടെ. പതുക്കെ പോ, കൈ പിടിച്ചോ, ചർക്കി കൈ. വാ കടയിലോടുള്ള കുത്തനെയുള്ള കയറ്റമാണ്. ചാടി കയറണം. വളരെ പ്രയാസകരമായ വഴികൾ തന്നെയാണ് എല്ലാം. കുട്ടികളെയും കൊണ്ട് ഈ വഴിയിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ റിസ്ക് ആയതുകൊണ്ട് തന്നെ അവരെ ഗാർഡിൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്ന ഒരു ഉറവ കാണാൻ കഴിയും. ദാഹം മാറ്റി കുറച്ച് വെള്ളം കുടിച്ചു. ആ ഗാർഡും പറഞ്ഞത് കുടിക്കാൻ കൊള്ളാമെന്നുള്ള വെള്ളം തന്നെ എന്നാണ്. അങ്ങ് ദൂരെയായി തന്നെ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. അങ്ങ് പാറകൾക്ക് മുകളിലൂടെയാണ് വെള്ളച്ചാട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. മഴയല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു, എങ്കിലും കാണാൻ നല്ല ഭംഗി തന്നെ. നിരവധി പേർക്ക് ഇവിടെ അപകടം പറ്റിയിട്ടുണ്ട്. കാൽ വഴുക്കി വീണും. വളരെ അപകടം പിടിച്ച സ്ഥലമാണിത്. എന്തായാലും വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരെല്ലാവരും വളരെ സൂക്ഷിച്ചു വേണം വരാൻ. അങ്ങനെയുള്ള പാതയും വെള്ളച്ചാട്ടവുമാണ് ഇവിടെ. ഇനി തിരികെ വീട്ടിലോട്ട്. ഒരുപാട് നടന്നതിൻ്റെ ക്ഷീണമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.